ഹായ്, ഇന്ന് മൗറീഷ്യസ് വ്ലോഗിൻ്റെ അടുത്ത പാർട്ടാണ് കേട്ടോ. അതാ രാവിലെ തന്നെ ഇവിടെ മഴ തുടങ്ങി. പക്ഷേ 2 മിനിറ്റ് അപ്പോഴേക്കിത് മാറിക്കോളും. ആസ് യൂഷ്വൽ ഞങ്ങളുടെ സ്ലോ മോഷൻ വീഡിയോ ആണ്. ഇന്നിപ്പം നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഇവിടുത്തെ ഒരു അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോകുന്നത്. മൗറീഷ്യസിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ജയൻറ്റ് ടോർട്ടോയ്സ് ആണ്. അപ്പോൾ പാത്തുവിനോട് ഇവിടെ വരുന്നതിന് മുന്നേ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അവൾ ഉടനെ പറയും, ഞാൻ വലിയ ആമയെ കാണാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ആമയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വലിയ ആമേനെ കാണാനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ശിവ ടെമ്പിളിൽ പോകുന്നുണ്ട്. 108 അടി ഉയരമുള്ള ഒരു ശിവ ടെമ്പിൾ, ഗംഗാ തലാവ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവിടെ കയറണമെങ്കിൽ നമുക്ക് സ്കാർഫ് വേണം. അപ്പോൾ ഞാൻ നമ്മുടെ ഹോട്ടലിൻ്റെ തന്നെ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു ചെറിയ സ്കാർഫ് വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അതിനെ എടുത്തിട്ട് തലയിൽ കൂടെയൊക്കെ ഇട്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ. പുള്ളിയുടെ ആൻസെസ്റ്റേഴ്സ് ഇന്ത്യൻ വംശജരായിരുന്നു. പുള്ളിക്ക് ഹിന്ദി അറിയാം. നമ്മളോട് ഹിന്ദിയിലാണ് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടാക്സിയിൽ വേറെയും ഒരു 3-4 ഇന്ത്യൻ കപ്പിളുണ്ടായിരുന്നേ. അപ്പം പോകുന്ന വഴി പുള്ളി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുക ഓരോന്നും എന്തൊക്കെയാണെന്ന്. ഇതെന്താ ഞാൻ വീഡിയോ എടുത്തതെന്നറിയോ? ഈ പോകുന്ന ഈ വഴിയുടെ 2 സൈഡിലും നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീഡിയോയിൽ അത് എനിക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. ഈ പോസ്റ്റുകളിലെല്ലാം ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു നാട്ടിൽ പോയിട്ട് നമ്മുടെ ഫ്ലാഗ് കാണുമ്പോൾ അല്ലെങ്കിൽ ഗംഗ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു അഭിമാനമല്ലേ? അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ നമ്മളിനി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മൗറീഷ്യസിലെ ഏറ്റവും വലിയൊരു റിസർവോയറിലേക്ക്. ये बारिश का पानी यहाँ पे जमा होता है। अभी देख सकते हैं मिट्टी, अभी ये 3/4 सूखा है. അത് കഴിഞ്ഞ് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലെത്തി. വാലേ അഡ്വഞ്ചർ പാർക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നമ്മളിവിടെ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് എടുക്കുന്നത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കണം. നമ്മൾ ബഗ്ഗി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നടക്കുകയാണെങ്കിൽ 2 മണിക്കൂർ നടക്കാനുണ്ട്. അപ്പോൾ അവളെയും കൊണ്ട് അത്രയും ദൂരം നടക്കാമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ബഗ്ഗി എടുത്തു. ഒരു ഇൻസ്ട്രക്ടറുണ്ട്. പുള്ളി ചേട്ടനെ കൊണ്ട് ഓടിപ്പിച്ചൊക്കെ നോക്കി കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തു. എന്നിട്ട് ഒരു 5 ബഗ്ഗി ഒരുമിച്ചാണ് പോകുന്നത്. ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഈ ഇൻസ്ട്രക്ടറും ഉണ്ടാവും. സേഫാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഹെൽമെറ്റൊക്കെ വെച്ച് തന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ അവൾക്ക് മാത്രം ഒരു റെയിൻ കോട്ട് വാങ്ങി. നമ്മളിപ്പോൾ നനഞ്ഞാലും പ്രശ്നമില്ലല്ലോ. അവൾക്ക് ഇനി വയ്യാണ്ടാവണ്ടെന്ന് വെച്ചിട്ട് അവൾക്കൊരു റെയിൻ കോട്ട് വാങ്ങിയിട്ട് നമ്മൾ ബഗ്ഗിയിൽ പോവാണ്. ഓപ്പോസിറ്റ് വണ്ടി കോട്ട്. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് പാത്തുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ഛൻ വണ്ടി ഓടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ത്രില്ലിലായിരുന്നു അവൾ അത്രയും എൻജോയ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് അതിനേക്കാളും സന്തോഷം. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്ന് 2 വാട്ടർഫോൾസിലേക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് മൗറീഷ്യസിൻ്റെ മറ്റൊരു അട്രാക്ഷനാണ്. ഇത് ലാവയാണ് കേട്ടോ. ഇവിടെ 23 കളേഴ്സ് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് സൺലൈറ്റ് അടിക്കുന്നതിനനുസരിച്ചിട്ട് കളേഴ്സ് ഇങ്ങനെ മാറി മാറി വരും. പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്ന അത്രയും കളറൊന്നും ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. പിന്നെ മഴ പെയ്യുമ്പോൾ അതിൻ്റെ കളർ വേറെയാവും. പിന്നെ ഇത് ഞങ്ങൾ വെറുതെ എടുത്തതാണ് കേട്ടോ. എപ്പോഴും മോളുടെ കൂടെ അല്ലേ സ്ലോ മോഷൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഓർത്തു ഈ വാട്ടർഫോൾസിൻ്റെ ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു ക്രിഞ്ച് സ്ലോ മോഷൻ ആവാമെന്ന് വെച്ചിട്ട് വെറുതെ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ അടുത്ത വാട്ടർഫോൾസിലേക്ക് പോയി.
ഇതിനിടയിൽ നമ്മളൊരു വോൾക്കാനിക് ക്രേറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ പണ്ട് അത് വോൾക്കാനോ ആയിരുന്നു. ഇപ്പം എന്താ പറയുക, അതൊരു കുളം പോലെ, ഈ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നിറഞ്ഞ് അങ്ങനെ കുളം പോലെ കിടക്കുകയാണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ അരയന്നം, പലതരം കോഴികൾ, കഴുത ഇതെല്ലാം ഉണ്ട്. ഫൈനലി നമ്മളിതാ നമ്മുടെ വലിയ ആമേനെ കണ്ടു കേട്ടോ. ഇതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരുന്നത്. ഈ പോകുന്നതൊക്കെ ആ കൂട്ടത്തിലുള്ള ചെറുതുകളാണ്. ആദ്യം കാണിച്ചതാണ് ഏറ്റവും വലിയ ആമ കേട്ടോ. പക്ഷേ വലിയ ആമേനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ഒരാൾ ആമേനെ കണ്ടപ്പോൾ പേടിച്ചു പോയി. അവിടെ കിടന്ന് ഭയങ്കര വിളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനെ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നു, അതിൻ്റെ കൈ പിടിച്ച് തൊടിയിച്ചു. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല, കരച്ചിലായിരുന്നു. പക്ഷേ ഞങ്ങൾ വീട്ടിലൊക്കെ വിളിച്ച് അപ്പനെയും അമ്മൂമ്മേനെയൊക്കെ ഇതിനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇതെന്തോ നല്ല സാധനമാണെന്നെന്തോ തോന്നിയിട്ട് ഫൈനലി അതിനെയൊക്കെ തൊട്ടു. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഫീഡ് ചെയ്യാം. പൈനാപ്പിളും അതിൻ്റെ വേസ്റ്റൊക്കെ അല്ലേ, മുള്ളൊക്കെ, അതാണ് ഇനി മെയിനായിട്ടും കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഫീഡ് ചെയ്തില്ല. ഇതിലെ പശു മേയുന്ന പോലെ ആ പുല്ലിൽ കിടന്ന് ഇങ്ങനെ ഓരോന്ന് കഴിച്ച് മേഞ്ഞുകൊണ്ടിരിക്കുക. ഫുൾ ടൈം പുല്ല് തീറ്റ തന്നെയായിരുന്നു. അങ്ങനെ വലിയ ആമേനെയൊക്കെ കണ്ടു. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്, അതിനിടയിൽ ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ വെയിൽ വരും. അതിൻ്റെ സൈഡിലായിട്ടൊരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ പോയി. അവിടെ നിന്ന് തന്നെ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ ടെമ്പിളിലേക്കാണ് പോയത്. ടെമ്പിളിൽ അങ്ങനെ വീഡിയോ ഒന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. ഹോട്ടലിൽ വരുന്ന സമയത്ത് അവിടെ മിക്ക ദിവസങ്ങളിലും ഈ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടീസ് നടക്കും. അപ്പോൾ അതിലൊരു ബർത്ത്ഡേ പാർട്ടി എന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്നുള്ള പോലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ